അമ്മച്ചി ക്രിസ്മസ് ആയിട്ട് എന്താ സ്പെഷ്യല്? പിടിയും കോഴിയും ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തൊക്കെയാ ഇതിനുള്ള സാധനങ്ങളൊക്കെ? പിടി എന്ന് പറയുമ്പോ അരിപ്പൊടി വേണം, തേങ്ങ വേണം, ആവശ്യത്തിന് വെള്ളം വേണം, ചെറിയ ജീരകം വേണം. അത് വെള്ളം തേങ്ങയും ജീരകം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അത് അതിലേക്കാണ് ഇതിലെ പൊടിയിലേക്ക് ഒഴിച്ച് നല്ല ഉപ്പിടണം. ആവശ്യം ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ട് പൊടിയിലിട്ട് ഒഴിച്ച് കുഴച്ച് ഉണ്ടയാക്കണം. അപ്പൊ ഇതിപ്പം വെള്ളവും തേങ്ങയും ജീരകവും ഉപ്പും അത് ആദ്യം തിളക്കണം. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ അരിപ്പൊടി കഴിക്കുന്നത്. ഇതിപ്പോ വറവിനുള്ള റെഡിയാക്കുന്ന ചിക്കൻ ഉള്ളതാ? ചിക്കൻ. കോഴിക്കറി നമ്മൾ ഈ പിടിക്കുള്ള കോഴിക്കറി എങ്ങനെയാ? പാലൊഴിച്ചിട്ടാ? തേങ്ങാപ്പാൽ. ഇപ്പൊ കോഴി എത്ര എടുത്താൽ? 1 കിലോ കോഴി. ഇതിപ്പോ നമ്മുടെ ക്രിസ്മസിന് സാധാരണ ഒരു വിഭവമാണോ പിടി കോഴിക്കറി? ക്രിസ്മസിന് ഉണ്ടാകും, സാധാരണ ഉണ്ടാകും. ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേക പലഹാരമാണ് ഈ കോഴി. വെളുത്തുള്ളി അല്ലേ? ഇപ്പൊ കടുക് പൊട്ടിച്ച് ഉള്ളി വഴറ്റി ഇഞ്ചിയായി വെളുത്തുള്ളിയായി. ഒരു തക്കാളിയാണ് അല്ലേ? എത്ര കോഴി എടുത്തു ഇപ്പൊ കറക്കി? 1 കിലോ കോഴി ഇറച്ചി. വലിയ കഷ്ണം. വലിയ കഷ്ണം. എന്നിട്ട് നമ്മള് പൊടികള് ആദ്യം ഉള്ളി വഴറ്റി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി തക്കാളി പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇട്ടുകൊണ്ട് ഇളക്കി ഞാൻ ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ടാണ് ഇത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. പിടി ഉരുട്ടി കഴിഞ്ഞു. ഇനി എന്താ അടുത്ത? ഇനി വെള്ളം, തേങ്ങയും ജീരകവും ഇട്ട് വെള്ളം തിളച്ചതുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അടിപൊളി. ഈസ്റ്ററിനോ ക്രിസ്മസ് നമുക്ക് വേറെ സാധനം ഉണ്ടാക്കാം. എന്താ ട്രൈ ചെയ്യാം? ഈസ്റ്ററിനപ്പോ എന്തുണ്ടാക്കാം? തൽക്കാലം ഇത് കണ്ട ആൾക്കാർ കൊതി പിടിക്കട്ടെ. ഇനി നമുക്ക് കള്ളപ്പവും പോത്തുമായിട്ട് വീണ്ടും കാണാം.